ഹലോ എവരിവൺ. സമയബന്ധിതമായി തീർക്കേണ്ട ഒരു ടാസ്ക് ചെയ്തു തുടങ്ങാനും ചെയ്തു തീർക്കാനുമൊക്കെ മടിയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് കഴിവുള്ള ഒരു കിടിലൻ ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ടെക്നിക്കിന്റെ പേരാണ് പോമഡോറോ ടെക്നിക്ക്. 1987 ഫ്രാൻസിസ്കോ സിറിലോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പോമഡോറോ ടെക്നിക്ക് കണ്ടുപിടിച്ചത്. പോമഡോറോ എന്ന ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം നമ്മുടെ ടൊമാറ്റോ അല്ലെങ്കിൽ തക്കാളി എന്നാണ്. എങ്ങനെയാണ് ഈ ടെക്നിക്കിന് പോമഡോറോ ടെക്നിക്ക് എന്ന പേര് വന്നതെന്ന് നോക്കാം. ഫ്രാൻസിസ്കോ സിറിലോ ഈ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി, അതായത് പലപ്പോഴും ടാസ്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങാനും ചെയ്യാനുമുള്ള മടി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ച് അദ്ദേഹം ഒരു പഠനം നടത്തി. അങ്ങനെ അദ്ദേഹം ഈ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യം 2 മിനിറ്റ് നേരത്തേക്ക് ഒരു ജോലിയിൽ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈമർ സെറ്റ് ചെയ്ത് ആ ഒരു സമയത്തെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലുള്ള പഠനം നടത്തിയത്. ഇതിനു വേണ്ടി ഇദ്ദേഹം യൂസ് ചെയ്ത ആ ഒരു ടൈമർ അല്ലെങ്കിൽ അലാറം എന്ന് പറയുന്നത് ഒരു ടൊമാറ്റോയുടെ ഷേപ്പിലുള്ളതായിരുന്നു. അങ്ങനെയാണ് ഈ ടെക്നിക്കിന് പോമഡോറോ ടെക്നിക്ക് എന്ന പേര് വന്നത്. ഫ്രാൻസിസ്കോ പല രീതിയിൽ പല സമയങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ബ്രേക്കും ഒക്കെ ക്രമപ്പെടുത്തി ഈ ഒരു ടാസ്കിലേക്കുള്ള ഒരാളുടെ ഫോക്കസ് ചെയ്യാനും ചെയ്തു തുടങ്ങാനും തീർക്കാനും ഒക്കെയുള്ള കപ്പാസിറ്റിയെ കുറിച്ച് പഠനം നടത്തിയതിനു ശേഷമാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ടൂളിലേക്ക് ഈ പോമഡോറോ ടെക്നിക്കിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. എങ്ങനെ നമുക്കൊരു ടാസ്ക് ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ് ചെയ്ത് ഈ ടെക്നിക്കിലൂടെ നമുക്കിത് നേടിയെടുക്കാമെന്നുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം. പോമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയ രീതിയിൽ തന്നെയാണ്. നമുക്ക് ചെയ്ത് തീർക്കാനുള്ള ടാസ്ക് ഏതാണെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഒരുപാട് കാര്യങ്ങളിൽ ഒന്നും ഫോക്കസ് ചെയ്യരുത്. ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട ഒരു ടാസ്ക്, അത് ഓഫീസിലെ ആവാം, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണ് എഴുതാനുള്ള എന്തെങ്കിലും അസൈൻമെന്റ് ആവാം, എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇനിയും അത് ഒരുപാട് എഴുതാനുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒരു സമയം ഫോക്കസ് ചെയ്യാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡേറ്റിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്കിൽ, അല്ലെ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അതിൽ ആദ്യം ഏതാണ് ചെയ്യേണ്ടതെന്നുള്ള നിങ്ങളൊരു തിരിച്ചറിവ് ഉണ്ടാകുക. കാരണം പല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ടാസ്കിലെ ഭാഗം ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു 25 മിനിറ്റ്, അതാണ് പോമഡോറോ ടെക്നിക്കിന്റെ സമയം എന്ന് പറയുന്നത്. ചെയ്യാനുള്ള ടാസ്ക് 25 മിനിറ്റത്തേക്ക് നിങ്ങൾ അലാം സെറ്റ് ചെയ്ത് ഇരിക്കുക, ചെയ്തു തുടങ്ങുക. ഇപ്പൊ നമ്മുടെ മനസ്സിലെപ്പോഴും ഒരുപാട് സമയം ഇരുന്ന് ഒറ്റയടിക്ക് ഒരു ജോലി ചെയ്ത് തീർക്കണം എന്ന് ഓർക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഒരു ലേസിനെസ് അല്ലെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത്, അതായത് മാറ്റി നീട്ടി വെക്കാം പിന്നാട്ടെ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത് അല്ലെ. 25 മിനിറ്റത്തേക്ക് മാത്രമേ ഞാൻ ജോലി ചെയ്യുന്നുള്ളൂ എന്ന് നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. അങ്ങനെ 25 മിനിറ്റ് നമ്മൾ ആ ജോലി ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടായാലും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞ് ആ ഒരു ജോലിയിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങാം. അലാറം അടിച്ചു കഴിയുമ്പോൾ 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കാൻ തയ്യാറാവുക. അതാണ് ഈ പോമഡോറോ ടെക്നിക്കിന്റെ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. 25 മിനിറ്റ് നമ്മൾ ഒരു ടാസ്കിന് വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ 5 മിനിറ്റ് ബ്രേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നടക്കാം. ഇപ്പൊ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെ ഇരുന്ന് നമുക്ക് മടി തോന്നും അല്ലെ. ഒന്ന് എഴുന്നേറ്റ് നടക്കാം, ഒന്ന് സ്ട്രെച്ചിങ് ഒക്കെ, കൈയും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം, ഒരു ബ്രീതിങ് എക്സസൈസ്, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുടിക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പകരം 5 മിനിറ്റ് ബ്രേക്ക് എടുത്താൽ ഒന്ന് മൊബൈൽ നോക്കിയേക്കാന്ന് ഓർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടുത്ത 25 മിനിറ്റിലേക്ക് ടാസ്ക് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. നേരെ മറിച്ച് ഇങ്ങനെയുള്ള രീതികളാണ് നമ്മുടെ മനസ്സിനൊന്നുകൂടെ റിഫ്രഷ്മെന്റ് തോന്നും. വീണ്ടും നമുക്ക് ഇരിക്കാനായിട്ട് നീങ്ങുന്നുണ്ടല്ലോ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് നീങ്ങിയല്ലോ എന്ന് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നും. എഗെയിൻ നമുക്ക് ഇതുപോലെ തന്നെ 25 മിനിറ്റത്തേക്ക് അലാറം സെറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇനിയും ടാസ്ക് വളരെ നീളമുള്ളതാണ് എങ്കിൽ നമുക്ക് ഒരു ഇരിപ്പിന് ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ ഒരു 3-4 ഒരു 25 മിനിറ്റിന്റെ അലാം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ബ്രേക്ക്, ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ബ്രേക്ക് ആണെങ്കിലും നിങ്ങൾ എടുത്തതിന് ശേഷം ടാസ്ക് നമുക്ക് ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പോമഡോറോ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. ചെയ്യേണ്ട കാര്യങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അത് ഫോക്കസ് കൂട്ടിക്കൊണ്ട് ആ കാര്യം ചെയ്ത് തീർക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം സമയത്തിന് നമുക്ക് തീർക്കേണ്ട കാര്യം തീർക്കാതിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നന്നായിട്ട് തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 25 മിനിറ്റും ജോലിയും 5 മിനിറ്റ് ബ്രേക്ക് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കണ്ടുപിടിച്ച ഫ്രാൻസിസ്കോ പറയുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഒരു വ്യക്തിയെ കൊണ്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ചെയ്തു തീർക്കാനും ഒക്കെ സാധിക്കും
സാധിക്കുന്നല്ല ജോലി. ഇതിൽ പല ആസ്പെക്റ്റുകളുണ്ട്. നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യം ചെയ്തു തീർക്കാൻ സാധിക്കണം, ആ ജോലി ടാസ്ക് നീങ്ങണം, നമ്മളുടെ കോൺസെൻട്രേഷൻ, ഇതിനെല്ലാം തന്നെ പറ്റുന്ന രീതിയിലുള്ള ഒരു മെത്തഡാണ് ഈ പോമഡോറോ ടെക്നിക്കിൽ പറയുന്ന 25 മിനിറ്റ് ടാസ്കും 5 മിനിറ്റ് ബ്രേക്കും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ടാസ്കുകൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനായിട്ട് അല്ലെ ചെയ്തു തുടങ്ങാനായിട്ട് മടിയുണ്ടായെങ്കിൽ പോമഡോറോ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.